ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂറ്റി എന്താണെന്നാണ്. ആദ്യം നമുക്ക് കണ്ടിന്യൂറ്റി വയലേറ്റ് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണെന്ന് ജോമെട്രിയുടെ സഹായത്തോടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇവിടെ രണ്ട് ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ ഫംഗ്ഷൻ ഇവിടെ എ എന്നുള്ള പിക്ചറിനകത്ത് എഫ് ഈസ് അൺഡിഫൈൻഡ് അറ്റ് സിയുടെ ഇമേജ് നോക്കി ഇവിടെ ഒരു ഹോളാണ് കൊടുത്തിരിക്കുക. ഹോൾ കൊടുത്താൽ അതിൻ്റെ മീനിങ് ഇവിടെ വാല്യൂ ഇല്ല എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട് നമ്മൾ പെൻ എടുത്തിട്ട് വേണം ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാനായിട്ട്. ഇനി രണ്ടാമത്തെ കേസ് എടുക്കുക. ദ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആസ് എക്സ് അപ്രോച്ചസ് ടു സി. ഇവിടെ ലെഫ്റ്റിൽ നിന്ന് എക്സ് സിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂയിലേക്കാണ് വരിക. റൈറ്റിൽ നിന്ന് എക്സ് സിയിലേക്ക് വരുമ്പോൾ ഈ വാല്യൂ ആണ് വരിക. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസാണ്. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഗ്രാഫ് തുടർച്ചയായിട്ട് അല്ല പോകുന്നത്. ഇവിടെ വരെ ഞാൻ വരച്ചിട്ട് പെന്നെടുത്തിട്ട് വേണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാനായിട്ട്. ഇനി അടുത്ത ഒരു ഗ്രാഫ് നോക്കാം. സി. ഇവിടെ നോക്കിക്കേ, ഇവിടെ സിയുടെ ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിയുടെ ഇമേജ് ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ്. പക്ഷേ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അത് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂയിലേക്ക്, സിയുടെ ഇമേജിലേക്കല്ല ഈ രണ്ട് വാല്യൂസും. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻഫിനിറ്റിയിലേക്കാണ്. ഫൈനൈറ്റ് ആയിട്ട് ലിമിറ്റ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി നാലാമത്തെ പിക്ചർ നോക്കാം. ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ആൻഡ് ദ വാല്യൂ ഓഫ് ദ ലിമിറ്റ് അറ്റ് സി ആർ ഡിഫറെൻറ്റ്. ഇവിടെ ലെഫ്റ്റിൽ നിന്ന് എക്സ് സിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഈ വാല്യൂ ആണ്. റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും ആ വാല്യൂ തന്നെയാണ്. അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫംഗ്ഷൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വാല്യൂ തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നോക്കുക, ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആണ്, വ്യത്യസ്തമാണ്. ഇവിടെ ഓൾറെഡി ലിമിറ്റിന് എക്സിസ്റ്റ് ചെയ്യുന്ന അതേ വാല്യൂ അല്ല ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ലിമിറ്റിന് എക്സിസ്റ്റ് ചെയ്യുന്ന വാല്യൂ ഈ വാല്യൂ, ഫംഗ്ഷന് എക്സിസ്റ്റ് ചെയ്യുന്നത് മറ്റൊരു ഡിഫറെൻറ്റ് വാല്യൂ ആണ്. ഇത് രണ്ടും സെയിം വാല്യൂ അല്ല. അപ്പോൾ ഈ കേസിലും സംഭവിക്കുന്നത്, ഇവിടെ വരെ നമ്മൾ എത്തിച്ചിട്ട് ഞാൻ പെന്നുകൊണ്ട് കർവ് വരച്ചാൽ ഇവിടെ വരെ എത്തിക്കഴിയുമ്പോൾ ഞാൻ പെന്നെടുത്തിട്ട് ഇവിടെ ഡോട്ട് ഇട്ടിട്ട് വീണ്ടും ഞാൻ വരയ്ക്കണം. അപ്പോൾ എനിക്ക് ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ പെന്ന് പേപ്പറിൽ നിന്ന് എടുക്കാതെ വരയ്ക്കാൻ സാധിക്കുമെങ്കിൽ ഇങ്ങനെയുള്ള ഫങ്ഷൻസിനെയാണ് ഞാൻ കണ്ടിന്യൂസ് ഫങ്ഷൻസ് എന്ന് പറയും. അപ്പോൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഈ കാര്യങ്ങളിലൊന്നും വയലേഷൻ ചെയ്യില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം അൺഡിഫൈൻഡ് ആകില്ല. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഡിഫൈൻഡ് അറ്റ് സി, അറ്റ് എക്സ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, എക്സ് ഈക്വൽ ടു സി. അപ്പോൾ ഈ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ ലിമിറ്റ്, ഇവിടെ നോക്കി ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്, പക്ഷേ ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ കാര്യം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഇനി മൂന്നാമത്തെ കാര്യം, ഇവിടെ ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫംഗ്ഷൻ ഡിഫൈൻഡും ആണ്, പക്ഷേ ഇവിടെയും കണ്ടിന്യൂസ് അല്ല. എന്തുകൊണ്ടാണ്? ലിമിറ്റിൻ്റെ വാല്യൂവും ഫംഗ്ഷൻ്റെ വാല്യൂവും സെയിം അല്ല. അപ്പോൾ മൂന്നാമത്തെ കണ്ടീഷൻ ലിമിറ്റിംഗ് വാല്യൂ, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്നുള്ള വാല്യൂ ഈ പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ, അതായത് എഫ് ഓഫ് സിയും രണ്ടും സെയിം ആയിരിക്കണം. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത്. ജിയോമെട്രിക്കലി നമ്മൾ പറയും പെന്നുകൊണ്ട് നമ്മളിങ്ങനെ കർവ് വരച്ചാൽ അതിനകത്ത് പെന്ന് പേപ്പറിൽ നിന്ന് എടുക്കാതെ മുഴുവനായിട്ട് വരയ്ക്കാൻ സാധിക്കുമെങ്കിൽ അത് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അതായത് ഗ്രാഫിൽ ബ്രേക്ക് വരാനായിട്ട് പാടില്ല. അപ്പോൾ അത് നമ്മൾ മാത്തമാറ്റിക്കലി ഡെഫിനിഷനായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഡിഫൈൻഡ് അറ്റ് സി, അതൊരു കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ, ദ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് സി മസ്റ്റ് എക്സിസ്റ്റ്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആയിട്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. മൂന്നാമത്തെ കണ്ടീഷൻ, ലിമിറ്റിൻ്റെ വാല്യൂ ഷുഡ് ബി ഈക്വൽ ടു ഫങ്ഷണൽ വാല്യൂ. അപ്പോൾ ഈ ഡെഫിനിഷൻ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ മജോറിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ലിമിറ്റ് ഇവാലുവേഷൻ ആണ്. അപ്പോൾ ലിമിറ്റ് ഇവാലുവേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടും പ്രധാനമായിട്ട് വേണ്ടത് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ വാല്യൂ ഫംഗ്ഷൻ്റെ വാല്യൂവിനോട് ഈക്വൽ ആണെങ്കിൽ അവിടെ നമുക്ക് കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ലിമിറ്റിൻ്റെ പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് കുറേ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അതുകൂടാതെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ ചോദിച്ചാലും അവിടെ നമ്മൾ ലിമിറ്റാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോർമൽ ഡെഫിനേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എ ഫംഗ്ഷൻ എഫ് ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് എക്സ് ഈക്വൽ ടു സി പ്രൊവൈഡഡ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞ കണ്ടീഷൻസ് ആണ്.
എഫ് ഓഫ് സി ഈസ് ഡിഫൈൻഡ്, അതായത് എഫ് ഓഫ് എക്സ് അറ്റ് സി ഈസ് ഡിഫൈൻഡ്, ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, ലിമിറ്റിൻ്റെ വാല്യൂ ഫംഗ്ഷൻ്റെ വാല്യൂ സെയിം ആയിരിക്കണം. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. അപ്പോൾ ഈ ഫംഗ്ഷൻ കൺസിഡർ ചെയ്താൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. അത് നമ്മൾ ഓൾറെഡി ഇവാലുവേറ്റ് ചെയ്ത ഒരു പ്രോബ്ലമാണ്. നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഫാക്ടറൈസ് ചെയ്യാം ന്യൂമറേറ്ററിനെ. ഇപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. എക്സ് മൈനസ് 2 എന്നുള്ള ഫാക്ടർ ക്യാൻസൽ ആയിപ്പോൾ എന്നിട്ട് എക്സിന് 2 കൊടുക്കുമ്പോൾ 2 പ്ലസ് 2 ഈസ് 4. അപ്പോൾ ലിമിറ്റിൻ്റെ വാല്യൂ 4 ആണ് എന്ന് നമുക്കറിയാം. ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റിൻ്റെ വാല്യൂ 4 ആണ്. പക്ഷേ എഫ് ഓഫ് 2 ഞാൻ ഡയറക്റ്റായിട്ട് എഫ് ഓഫ് 2 കാൽക്കുലേറ്റ് ചെയ്താൽ ഇത് 0/0 ആണ്. അപ്പോൾ 0 കൊണ്ടുള്ള ഡിവിഷൻ ഇവിടെ ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എഫ് ഈസ് നോട്ട് ഡിഫൈൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു 2. അപ്പോൾ ആദ്യത്തെ കേസിൽ, ആദ്യത്തെ ഫംഗ്ഷൻ്റെ കേസിൽ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു 2. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സും എഫ് ഓഫ് എക്സും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ജി ഓഫ് എക്സ് ഇസ് എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ എക്സ് മൈനസ് 2 വെൻ എക്സ് നോട്ട് ഈക്വൽ ടു 2 ആൻഡ് ഇറ്റ് ഈസ് 3 വെൻ എക്സ് ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു 2ന് പ്രത്യേകമായിട്ട് വേറെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ 2 എന്നുള്ള പോയിന്റിൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഈ എക്സ്പ്രഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, limit x tends to 2, x raised to 4, sorry, x square minus 4 divided by x minus 2ൻ്റെ വാല്യൂ 2 ആണെന്ന് കണ്ടു. അപ്പോൾ എക്സ് ടെൻസ് ടു 2 ലിമിറ്റ് ലെഫ്റ്റിൽ നിന്ന് എടുത്താലും റൈറ്റിൽ നിന്ന് എടുത്താലും നമുക്ക് 2 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് 2 എന്ന് പറയുന്നത് 3 ആണ്. ഇത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫംഗ്ഷൻ ഡിഫൈൻഡും ആണ്, പക്ഷേ ഈ രണ്ട് വാല്യൂസും സെയിം അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല, ഈ ഫംഗ്ഷനും കണ്ടിന്യൂസ് അല്ല. ഇനി നമുക്ക് അടുത്ത ഒരു ഫംഗ്ഷൻ കൂടെ നോക്കാം. മൂന്നാമത്തെ ഫംഗ്ഷൻ എച്ച് ഓഫ് എക്സ് എടുക്കാം. ഇവിടെയും ലിമിറ്റിംഗ് വാല്യൂ സെയിം തന്നെയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, എക്സ് 2 അല്ലാത്തിടത്തെല്ലാം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ എക്സ് മൈനസ് 2 ആണ്. അപ്പോൾ ലിമിറ്റ്, ലെഫ്റ്റ് ലിമിറ്റ് കണ്ടുപിടിക്കാനും റൈറ്റ് ലിമിറ്റ് കണ്ടുപിടിക്കാനും നമുക്ക് ഈ എക്സ്പ്രഷൻ തന്നെ ഉപയോഗിക്കാം. ലിമിറ്റിൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് 4 എന്ന് കിട്ടും. മുമ്പേ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത പോലെ തന്നെ 4 എന്ന് ലിമിറ്റിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് 2 എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് 4 തന്നെയാണ്. അതായത് ലിമിറ്റിൻ്റെ വാല്യൂ തന്നെയാണ് ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഈ രണ്ട് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയിരിക്കില്ല. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ഇവിടെ ജോമെട്രിയാണ് തന്നിരിക്കുക. ആദ്യത്തെ ഗ്രാഫിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും എഫ് ഓഫ് 2 ഇവിടെ ഹോളാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് 2 ഈസ് നോട്ട് ഡിഫൈൻഡ്. ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റിൽ നിന്ന് വന്നാലും റൈറ്റിൽ നിന്ന് വന്നാലും ലിമിറ്റിംഗ് വാല്യൂ 4 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ വയലേറ്റ് ചെയ്തത് കൊണ്ട് ഈ ഫംഗ്ഷൻ നോട്ട് കണ്ടിന്യൂസ് ആണ്. ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ്. ഇനി രണ്ടാമത്തെ ഗ്രാഫ് നോക്കാം. ഇവിടെയും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് തേർഡ് കണ്ടീഷൻ ലിമിറ്റും ഫംഗ്ഷണൽ വാല്യൂവും സെയിം ആയിരിക്കണം. തേർഡ് കണ്ടീഷൻ ഈസ് വയലേറ്റഡ്. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് ഫംഗ്ഷനും നോട്ട് കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ ഗ്രാഫ് എടുത്ത് നോക്കാം. ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ ഈ സെയിം വാല്യൂ തന്നെയാണ് അറ്റ് 2 എന്ന് പറയുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ്, അവിടെ ഹോളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതിനർത്ഥം ഈ പോയിന്റിലും ഈ വാല്യൂ തന്നെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് കണ്ടീഷൻ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ എക്സ് 2ലേക്ക് ലെഫ്റ്റിൽ നിന്ന് വന്നാലും റൈറ്റിൽ നിന്ന് വന്നാലും ഫംഗ്ഷൻ്റെ വാല്യൂ ഈ പോയിന്റിലേക്ക് തന്നെയാണ് വരിക. അപ്പോൾ ലിമിറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം ഫംഗ്ഷൻ്റെ വാല്യൂം ലിമിറ്റിൻ്റെ വാല്യൂം രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്നാമത്തെ ഗ്രാഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്.
ഏതാനും പ്രോപ്പർട്ടീസാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.